രണ്ടുപേരുടെ കേട്ടോ ചേട്ടാ. എൻ്റെ കൂടെ ഇന്നൊരു ക്യാമറാമാൻ ഉണ്ട്, അദ്ദേഹം നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ടോ വിശാലമായ ഷോറൂം എന്ന് പറയുന്നതാണ്. എന്താ നോക്ക് മക്കളെ, ജങ്കാറിന്റെ ഒരു വിശാലമായ ഒരു കാഴ്ച നോക്ക്, അടിപൊളിയല്ലേ? വെറും 6 രൂപയ്ക്ക് 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി ബോട്ട് യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും വേമ്പനാട്ട് കായലിന് കുറുകെ ഈ ജങ്കാറിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മനോഹരമായ കായൽക്കാറ്റൊക്കെ ഏറ്റുകൊണ്ട് ഗംഭീരമായ ഒരു യാത്രയിലേക്ക് ഇന്ന് ജിത്തൂസ് ജേണി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്നും ഇത് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഇത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളതാണ്. ഇതുകൊണ്ടോ കണ്ണെത്താത്ത ദൂരത്തോളം വേമ്പനാട്ട് കായൽ ഇങ്ങനെ പരന്ന് നിരന്നൊഴുകുന്ന ഒരു കാഴ്ച, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആസ്വദിക്കണം. അപ്പോൾ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾക്കൊരു നല്ല സൗകര്യം, ഒരു നല്ല കാഴ്ച സമ്മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴയാണുള്ളത്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കോട്ടയത്തേക്ക് പോവാണ്. എങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് 15 മിനിറ്റ് കൊണ്ട് പോകാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്ന വൈക്കം കായലാണ്, അതായത് നമ്മുടെ വേമ്പനാട്ട് കായൽ. ഈ കായൽ എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ ആലപ്പുഴയുടെയും ഒരു ബൗണ്ടറിയാണ്. ഈ കായൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ശരിക്കും തവണക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ഈ കായൽ ഈ ബോട്ടിലോ അല്ലെങ്കിൽ ജങ്കാറിലോ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വൈക്കം ജെട്ടിയാണ്. വൈക്കം ശരിക്കും കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു തവണക്കടവിൽ നിന്ന് കോട്ടയത്തേക്ക്, അതായത് വൈക്കത്തേക്ക് പോകുന്ന ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ കണ്ടത്. ഇതേപോലുള്ള ട്രാവലിംഗ് ബോട്ട് ഒരുപാടുണ്ട്. നമ്മൾ ശരിക്കും ബോട്ടിലല്ല പോകുന്നത്, ശരിക്കും ജങ്കാർ. ഈ ജങ്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഒരു മിനി കപ്പലാണ്. ഒരുപാട് വാഹനങ്ങൾ, ലോറിയും ബസ്സും ജീപ്പും അതുപോലെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് ഈ കടവിൽ നിന്ന് അക്കരെ കടവിലേക്ക് പോകുന്നത്. ബഹു രസമായ ഒരു കാഴ്ചയാണ്. അപ്പൊ എന്റെ അമ്മ വീട് ഇവിടെ ചേർത്തിലാണ്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ഈ ഒരു സർവീസ് ഇതിലെ ഈ ബോട്ടിലും ജങ്കാറിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വണ്ടികളൊക്കെ ആയി കാറും ബൈക്കിലൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വേറെ വഴിക്കാണ് പോകുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത്. എന്തായാലും ആ കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ജിത്തൂസ് ജേണി വന്നിരിക്കുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ തവണക്കടവ് എന്ന് പറയുന്ന ആ കടവിലാണ്, ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. അപ്പൊ നിങ്ങൾ ആലപ്പുഴ കാണാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ചുരുങ്ങിയ പൈസയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബോട്ട് സർവീസ് ചെയ്യാന്നുള്ള 6 രൂപയുള്ളൂ നമുക്ക് ഈ തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്കുള്ള സർവീസ് എന്നുള്ളതാണ്. അപ്പൊ 2 കൗണ്ടർ ഉണ്ട്. ഒരു ഭാഗത്ത് ബോട്ടാണ്, നമ്മുടെ സാധാരണ യാത്ര ചെയ്യുന്ന ബോട്ടുകൾ. ഇതിന്റെ ഇപ്പുറം ഒരു കൗണ്ടർ ഉണ്ട്. ഇവിടെയാണ് ജങ്കാർ. ഈ ജങ്കാറിലാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് വാഹനങ്ങളൊക്കെ കയറ്റി പോകുന്ന ഒരു മിനി കപ്പൽ തന്നെയാണ്. ബോട്ടിലേക്ക് പോകുന്ന കൗണ്ടറാണ്. ബോട്ടിനാണെങ്കിൽ ഒരാൾക്ക് 6 രൂപയാണ്. ജങ്കാർ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ വരും. നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഒരു ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ 6 AM 6:30 7 അരമണിക്കൂർ ഇടവിട്ടിട്ടാണ് വരുന്നത് കേട്ടോ. വൈകുന്നു തവണക്കടവിൽ നിന്ന് വരുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേഡം എങ്ങനെയാണ് ജങ്കാറിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്? അല്ല സാധാരണ ആൾക്കാണെങ്കിൽ ഒരാൾക്ക് 6 രൂപ. വണ്ടിയാണെങ്കിൽ വണ്ടിക്ക് അനുസരിച്ച് ഇവിടെ റേറ്റ് ഉണ്ട് അല്ലേ? ഇതുണ്ടോ വണ്ടിക്ക് അനുസരിച്ച് റേറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10-15-20 മിനിറ്റിന്റെ അടുത്ത് വരും തവണക്കടവിന് വൈക്കത്തേക്ക് പോകാനായിട്ട്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ദൂരെ നിന്നൊരു ബോട്ട് വരുന്നുണ്ടോ? നമ്മൾ വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് ബോട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടോ. ഒരുപാട് ആളുകളുമായിട്ട് ഈ ആളുകളൊക്കെ ഇപ്പൊ അക്കരയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുമാണ് കേട്ടോ. എന്താ രസം, ചില സിനിമകളിലൊക്കെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരുപാട് തീരദേശ കാര്യങ്ങൾ ഇങ്ങനെ കാണാനുള്ളതാണ്. അപ്പൊ ഒരുപാട് ബോട്ട് സർവീസും തോണി സർവീസും ചീനവലകളും എല്ലാം നമുക്ക് കാണാം. ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ബസ് സർവീസ് പോലെ തന്നെ ഇവർ വന്നു, ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങുന്നു. ഇനി അടുത്ത ആളുകൾ ഇവിടുന്ന് അപ്പോഴത്തേക്കും ഇവിടെ ആളുകൾ റെഡിയാണ്, ടിക്കറ്റ് എടുത്ത് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തെങ്ങിന് കുറ്റിയുണ്ടോ, ഇതിലേക്കാണ് ഇവരെ നങ്കുര ഇടുന്ന പോലെ ഇവിടെ കിട്ടുകയാണ്. നങ്കുര ഉറപ്പിക്കുകയാണെങ്കിൽ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി. ഇത് കാണുമ്പോൾ കണ്ടില്ല, ഒരു പഴയ KSRTC ബസ്സിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ ഫുള്ളാട്ടോ, ഹൗസ്ഫുൾ ആയിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ത് രസം നോക്ക് അല്ലെ, മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങോട്ട് വന്നാല് ഇതിന്റെ ക്യാബിന് നമുക്ക് പരിചയപ്പെടുന്നുണ്ടോ. നമ്മള് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് എന്നൊക്കെ ഉള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് നല്ല ദീർഘദൂരമുള്ളൊരു നല്ലൊരു കാഴ്ച കാണാൻ കഴിയും. ആ കാണുന്നത് നമ്മുടെ വൈക്കം ബോട്ട് ജെട്ടിയാണ്. വൈക്കം തീരാണ് കാണുന്നത് എന്നുള്ളതാണ്. അവിടേക്കാണ് നമ്മൾ അടുക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീരമായ ഒരു ബോട്ട് സർവീസാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് പഴയ കാലഘട്ടത്തിൽ ഇതുണ്ടോ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. വേമ്പനാട്ട് കായലിന് കുറുകെ പോകുന്ന മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോട്ടാണ്. ഇതൊക്കെ ആദ്യകാല ബോട്ടുകളാണ്. ഈ കാണുന്ന സ്റ്റീൽ ബോട്ടാണ് കണ്ടോ. നല്ല കുറച്ചും കൂടി ഫെസിലിറ്റി കൂടിയിട്ടുള്ള ബോട്ടുകളാണ് എന്നുള്ളതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് യാത്രക്കാർ അക്കരെ പോകാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് യാത്രക്കാരാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. പ്രത്യേക അനുഭൂതിയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു ബോർഡ് കൊടുത്തത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ് ഒരു ബോർഡ് കൊടുത്തത്. അപ്പൊ ഇവിടെയും കള്ളവണ്ടി കയറുന്നത് നമുക്ക് മനസ്സിലാക്കാലോ. പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ. ലൈഫ് ജാക്കറ്റ് കൊണ്ട് ധാരാളം ഉണ്ട്.
ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് വളരെ 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 രസകരമായ ഒരു കാഴ്ച, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബോട്ടിന്റെ ബാക്ക് വ്യൂ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. 1512 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും കേരളത്തിലെ ഏറ്റവും വലിയ കായലുമാണ്. ഈ കായലിന്റെ ഏറ്റവും കൂടിയ വീതി എന്ന് പറയുന്നത് 14 കിലോമീറ്റർ ആണ്. മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ, പമ്പ നദി, പെരിയാർ മുതലായ നദികളെല്ലാം ഈ കായലിലേക്കാണ് വന്നു ചേരുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വേമ്പനാട്ട് കായലിൽ പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം മുതലായ പ്രധാന 3 ദ്വീപുകളും നമുക്ക് കാണാൻ കഴിയും. ഈ കായൽ അറബിക്കടലിലേക്ക് വന്ന് ചേരുന്ന സ്ഥലമാണ് കൊച്ചി തുറമുഖം. അപ്പൊ നമ്മളെ ജങ്കാർദ ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കുക, എത്ര വണ്ടിയാ നോക്കുക അതിനകത്ത് അല്ലേ. ഇതിലാണ് ഇനി നമ്മളും പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് സഞ്ചരിക്കാനാണെങ്കിൽ ജങ്കാറിനും ബോട്ടിനും ഒരേ റേറ്റ് ആണ്. പിന്നെ ഓരോ വാഹനത്തിന്റെ വെയിറ്റ് അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ്. കണ്ടോ, ആ പ്ലാറ്റ്ഫോം വന്നിട്ട് ഇതിലേക്ക് ജോയിന്റ് ആവുന്നുണ്ടോ. ഇവിടെ കൊടുത്തുള്ള പിന്നെ ഒരു അതിന്റെ പ്ലാറ്റ്ഫോം സിങ്ക് ആവാൻ വേണ്ടി, ജോയിന്റ് ആവാൻ വേണ്ടി ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ആ 2 പ്ലാറ്റ്ഫോമും കൂടെ ഇവിടെ ജോയിന്റ് ആവുന്ന ഒരു കാഴ്ച എന്തല്ലേ, അടിപൊളി. ഇനി ആ വണ്ടി ഇറക്കുന്ന കാഴ്ച കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇപ്പൊ വയനാട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറയുമ്പോൾ അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. എന്താ ജോയിന്റ് ആവുന്നുണ്ടോ. ഇത് മിനി കപ്പലിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഓരോ വണ്ടിയായിട്ട് ഇറക്കുകയാണ്. എത്ര വണ്ടിയാ നോക്ക്. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ വണ്ടി കൊണ്ടൊക്കെ ഇതിലെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബൈക്ക് കൊണ്ടും കാർ കൊണ്ടും ഒക്കെ നമ്മൾ അക്കരെ കയറിയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം നമ്മൾ ബൈക്കും കാറും ഒന്നുമല്ല വന്നത്, ട്രെയിനാണ് വന്നത്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയും കൂടെ നമുക്ക് ഒപ്പിയെടുക്കാമായിരുന്നു. എന്താ വലിപ്പം നോക്ക്. ഇനി ഓരോ വാഹനങ്ങളായിട്ട് ഇതിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തായാലും നമുക്ക് കയറാം. 2 പേരുടെ കേട്ടോ ചേട്ടാ. എൻ്റെ കൂടെ ഇന്നൊരു ക്യാമറാമാൻ ഉണ്ട്, അദ്ദേഹം നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ടോ വിശാലമായ ഷോറൂം എന്ന് പറയുന്നതാണ്. എന്താ നോക്ക് മക്കളെ, ജങ്കാറിന്റെ ഒരു വിശാലമായ ഒരു കാഴ്ച നോക്ക്. അടിപൊളിയല്ലേ. ഒരുപാട് വണ്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ ഫില്ല എന്നുള്ളതാണ്. ലാസ്കാർ അല്ലേ. എത്ര മണി വരെയാണ് ഇവിടുത്തെ സർവീസ് നടത്തുന്നത്? ഇത് 6 to ഫസ്റ്റ് 6, പിന്നെ 9 ലാസ്റ്റ്, വൈക്കം ലാസ്റ്റ്. ഇവിടുന്ന് തവണക്കടയിൽ 9 മണിക്കും PM 9 അല്ലേ. അതെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, 9 മണി ലാസ്റ്റ് 9 മണി വരെയാണ്. വൈക്കത്തുനിന്ന് 9 ലാസ്റ്റ്. വൈക്കത്തുനിന്ന് 9 തവണ കടയിൽ 9 മണി അല്ലേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക്. പിന്നെ രാവിലെ ഈ ജങ്കാർ അരമണിക്കൂറാണ് വിട്ടിട്ട് നമുക്ക്. അരമണിക്കൂർ. അപ്പൊ ഇതില് നമ്മള് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എങ്ങനെയാ? 100 ടണ്ണിൽ കൂടുതലുണ്ട് കപ്പാസിറ്റി. 100 ടണ്ണിൽ കൂടുതലുണ്ട്. അപ്പൊ പിന്നെ അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ ആണെങ്കിലും ടിപ്പറില്ല. നാളെയാണെങ്കിൽ ടിപ്പർ ഉണ്ടാവും. ഞായറാഴ്ച സൺഡേ അല്ലേ, ഹോളിഡേ. ശരിക്കും ഇങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് വരുമ്പോഴാണ് ഇതിന്റെ തീരത്ത് നിൽക്കുന്ന, തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് വീടുകൾ കണ്ടോ. അമ്മമാരൊക്കെ അവിടെ അലക്കുന്നതും പാത്രം കഴുകുന്നതൊക്കെ ആയ ഒരു ഗൃഹാതുരത്വം നിർത്തുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ഈ കായലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ചില സിനിമകളിൽ, പഴയ സിനിമകളിൽ, തീരദേശ സിനിമകളിലെ, ചെമ്മീൻ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഏകദേശ രൂപരേഖ അല്ലേ. അപ്പൊ നമ്മുടെ ജങ്കാർ യാത്ര കഴിഞ്ഞിട്ടില്ല. ഇനി കുറഞ്ഞ സമയം കൂടെ ഓടിയാലാണ് നമ്മൾ ബൈക്കത്ത് എത്തുക. ഒരുപാട് ബോട്ടുകൾ കായലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോലെ കണ്ടോ, നിരന്നൊഴുകുന്ന വേമ്പനാട്ട് കായലിന്റെ ഒരു ഗംഭീരമായ ഒരു കാഴ്ച. ഇത് രസാണ് സുഹൃത്തുക്കളെ നോക്ക്. അപ്പൊ നമ്മളിതാ വൈക്കത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് കഴിഞ്ഞു കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമ്മളെ സ്വാഗതം ചെയ്യാനാണ് വൈക്കം ജെട്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് വൈക്കം ജെട്ടിയിലേക്ക് എന്നിട്ട് കോട്ടയത്ത് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇന്ന് നമ്മുടെ കസിൻ ഉണ്ണിയും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ഉണ്ണിയുടെ വീട് ഇവിടെ ചേർത്തലാണ്, മാമന്റെ മോനാണ്, കസിനാണ്. അപ്പൊ ഉണ്ണിയോട് ചോദിക്കാം ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഹായ്, നമ്മളിപ്പോ ഒരു 15 മിനിറ്റ് എടുത്താണ് ഇപ്പൊ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. അതിപ്പോ ഇനി വരും കാലങ്ങളിൽ ചുരുങ്ങും. ആ കാണുന്ന പാലം പൂർണ്ണമായാല് നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ലാഭിക്കാൻ പറ്റും ചേർത്തലക്കാർക്ക്. പെട്ടെന്ന് എത്താം. ഇപ്പൊ 15 മിനിറ്റ് എന്നുള്ളത് വെറും ഈ സർവീസിന് വേണ്ടി വരികയില്ല. ഈ ജങ്കാർ സർവീസ് ഒക്കെ ഇനി നിൽക്കും. അത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കണം. ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാക്കേക്കടമാണ് ആ പാലം. അപ്പൊ നേരത്തെ നമ്മൾ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ യഥാർത്ഥ പേര് റാം എന്നാണ്. ഇതുണ്ടോ. അപ്പോൾ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റാമിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് റാം. അപ്പൊ ഇതിന് റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ അവിടുത്തെ ആ പ്ലാറ്റ്ഫോമില്ലേ അതിലേക്ക് റാം ചെന്ന് ജോയിന്റ് ആവുന്ന കുറച്ച് സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റോപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ജെട്ടിയിലേക്ക് അടുക്കാൻ പോവാണ്. ഇത് വൈക്കം ജെട്ടിയാണ്. അപ്പൊ അവിടെ ഈ വണ്ടിക്ക് കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടുത്തെ ജെട്ടി കണ്ടോ, ടിക്കറ്റ് ഒക്കെ എടുത്ത് തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്.
അപ്പൊ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൂടുതൽ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ വൈക്കം ജെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വൈക്കത്തെത്തി. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആലപ്പുഴയിലായിരുന്നു. നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് കടന്ന് നമ്മൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു. ഇത് വൈക്കാണ്. വൈക്കം ജെട്ടിയിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ആ പ്ലാറ്റ്ഫോമിലേക്ക് റാം ചെന്നിപ്പോൾ ജോയിൻ ആവും. ഒരു കാര്യം പറഞ്ഞാൽ ശരിക്കും ബോട്ട് വരുന്നേക്കാളും കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടാട്ടോ ജങ്കാർ വരുന്നത്. ഇത് നമ്മൾ വരുന്നതിന് എത്രയോ ശേഷമാണ് ആ ബോട്ട് എത്തിയത്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ചേട്ടാ. ജങ്കാർ 18 മിനിറ്റ് വേണം, 20 മിനിറ്റ്. ആ അതെ അതെ, ലോഡിനനുസരിച്ചായിരിക്കും. രാജേന്ദ്രൻ ഒന്ന് ക്യാമറയ്ക്ക് നോക്കാം. ഇതാ ഈ ചേട്ടനാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ജങ്കാറാണെങ്കിൽ 20 മിനിറ്റ് ഏകദേശം എടുക്കും അല്ലേ? ആ അപ്പൊ നമ്മുടെ റാം ഇതാ പ്ലാറ്റ്ഫോമിലേക്ക് കയറി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആദ്യം ഇറങ്ങാം. നമ്മുടെ സിഗ്നൽ കാണിച്ചു. അപ്പൊ നമുക്കിത് ഇറങ്ങാം. ഇറങ്ങാലോ സാറേ? ആ അപ്പൊ നമ്മള് കോട്ടയത്ത് എത്തി മക്കളെ. ആലപ്പുഴയിൽ നിന്ന് 20 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ കോട്ടയത്ത് എത്തുന്നതാണ്. അടിപൊളി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബോട്ട് സർവീസ് എങ്ങനെയുണ്ട്? നമ്മുടെ തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് വന്ന ബോട്ട് സർവീസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? വെറും ചുരുങ്ങിയ പൈസക്ക് 6 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബോട്ട് സർവീസ്, ഏകദേശം ജങ്കാറിനാണെങ്കിൽ 20 മിനിറ്റും ബോട്ടിനാണെങ്കിൽ ഒരു 15 മിനിറ്റും കൊണ്ട് നമുക്ക് അക്കരെ എക്കരെ എത്താൻ പറ്റും നല്ലൊരു സർവീസാണ്. നിങ്ങൾ ആലപ്പുഴ കാണാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ വൈക്കം കായലിന് തീരത്തായിട്ട് നല്ല ഗംഭീരമായ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതായത് KTDCയാണ്. KTDCയുടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈക്കത്ത് വന്നിട്ട് ഇവിടുത്തെ മോട്ടൽ ആരാം ഈ കാണുന്നത് ഒരു കപ്പലിന്റെ ഭംഗിയിൽ, ഒരു കപ്പലിന്റെ രീതിയിലാണ് ഈ മോട്ടൽ ആരാം ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണ് നോക്കൂ അല്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസുകളുണ്ട്. ഒരുപാട് കടൽ വിഭവങ്ങൾ, ഞണ്ട്, കൊഞ്ച്, കരിമീൻ, മപ്പാസ്, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ. നമ്മുടെ ആലപ്പുഴയിലൊക്കെ വന്നിട്ട് നമുക്ക് കരിമീൻ, ഇവിടുത്തെ സീ ഫുഡ് കൂട്ടി അല്ലെങ്കിൽ കടൽ വിഭവങ്ങൾ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചില്ലേ മോശമല്ലേ? അപ്പോൾ നമ്മൾ നേരെ മോട്ടൽ ഹാരാമിൽ കയറിയിട്ട് ഇവിടുത്തെ ഉച്ചയൂണ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലാണ് നമ്മൾ മോട്ടൽ ഹാരാമിലെ നല്ല ഗംഭീരമായ ഊണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ കരിമീൻ മപ്പാസ് ആദ്യം ഒരു മീൻ ഫുള്ളുണ്ട്. നല്ല ഗംഭീരമായ കരിമീനാണ്. ഇതുണ്ടോ, കരിമീനാണ് ഇവിടെ. അതുപോലെ തന്നെ അവിടെ നമ്മുടെ കരിമീൻ മുളക് കിട്ടുന്നത് കണ്ടോ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ എന്താണെന്നറിയാം? സൂചിക്കൊഴുവ, നമ്മുടെ നാട്ടിൽ നത്തൽ എന്നൊക്കെ പറയുന്ന സാധനമാണ്. എന്താ നോക്ക്, ചെറിയ സൂചിക്കൊഴുവ.